ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയുടെ അടുത്ത് രവിക്കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ രവിക്കുട്ടി ഇങ്ങനെ ഉറങ്ങാനായിട്ട് സമയമായപ്പോൾ അലീനയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ചേച്ചി എന്നോട് പറ, എന്താണെന്ന് സംഭവിച്ചതെന്ന് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറയാനാണ് നീ പറയുന്നത്? ഈ പില്ലോ നീ എടുത്തോ, നിനക്കും കൂടി ഉറങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ചേച്ചി അന്നത്തെ കഥ പറയും. എന്ത് കഥ? എനിക്ക് എന്തെങ്കിലും കഥ പറഞ്ഞു തന്നാലും മതി. നിന്നെ കഥ പറഞ്ഞൊക്കെ ഞാൻ ഒരുപാട് ഉറക്കിയിട്ടൊക്കെ ഉള്ളതാ. ഇനിയും കഥ പറയണം. അന്ന് നടന്ന സംഭവം അത് ശരിക്കും എന്നോട് പറയും. അത് ശരിക്കും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അന്ന് ലൈം ജ്യൂസും കൊണ്ട് ചേച്ചി രോഹിത്തിൻ്റെ റൂമിലേക്ക് പോയില്ലേ, അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, ആ ലൈം ജ്യൂസിന് ചീഞ്ഞ നാരങ്ങയുടെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് കുടിക്കാൻ പറഞ്ഞു. ഞാനത് കുടിച്ചു നോക്കി. അതിൽ മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ വയറ്റിൽ തന്നെ സ്വയം കത്രിക കുത്തിക്കയറ്റി. അതല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല മോളെ. ഞാൻ ചത്താൽ മതി എന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറയും. ഇത് കേട്ടിട്ട് രവതിക്കുട്ടി ആകെ ശരീരമൊക്കെ തളർന്നിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയും, ചേച്ചി ഞാൻ എന്താ ചേച്ചി കേൾക്കുന്നത്? എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. എൻ്റെ ചേച്ചി ഇതൊക്കെ സഹിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അലീന പറയും, എനിക്ക് മരിച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല, അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു. എന്നിട്ട് ചേച്ചി എന്തേ അവർക്കെതിരെ മൊഴി കൊടുക്കാഞ്ഞത്? അത് എൻ്റെ അനിയനല്ലേ മോളെ. അവർ രണ്ടുപേരും പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം പോകൂലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഹരിക്ക് മനുവേട്ടൻ നല്ല അടി കൊടുത്തിട്ടുണ്ട്. ഇനി രോഹിത്തിൻ്റെ കാര്യം അത് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കണം. മേഡത്തിനോട് പറയണോ അതോ സാറിനോട് പറയണോ? പറയണം. നല്ല അടി കൊടുക്കണം അവന് രക്ഷപ്പെട്ടുകൂടാ. എന്തായാലും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറയും. രവതിക്കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അലീനനെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരികയാണ്. മുത്തശ്ശി ഉറങ്ങായിരിക്കും കേട്ടോ. അപ്പോൾ വാതിലടയുന്ന ശബ്ദം കേൾക്കുമ്പോൾ മുത്തശ്ശി എഴുന്നേൽക്കും. ആഹാ, അമ്മ ഉറങ്ങില്ലേ? എനിക്ക് ഉറങ്ങാനുള്ള നേരമാവുന്നതേ ഉള്ളൂ മോനെ എന്ന് പറയും. അമ്മേ, അതെ, ഇവിടുത്തെ കുറേ പ്രശ്നങ്ങളുടെ ഇടയിൽ അമ്മയുടെ കാര്യമൊക്കെ നോക്കാനായിട്ട് ഇപ്പം പറ്റുന്നില്ല ശരിക്ക് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും സാരില്ല മോനെ, ഇപ്പം ഞാൻ ഒന്നിനും പരാതി പറയാറില്ല. വൈജ മരുന്ന് തന്നാൽ ഞാൻ കഴിക്കും, തന്നില്ലെങ്കിൽ കഴിക്കൂല. പിന്നെ ഭക്ഷണം കറക്റ്റായിട്ട് തരും, അതിലൊരു മുടക്കം അവൾ വരുത്താറില്ല എന്ന് പറയും. സാരില്ല, അലീന ഇങ്ങ് വരട്ടെ, അതിന് ശേഷം ശരിയാക്കാം. അയ്യോ മോനെ, അവൾ വന്നാലും അവളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കരുത് കേട്ടോ. അത് അമ്മ തന്നെ പറയേണ്ടി വരും അവളോട്. ഞാനും പറയാം, മോനും പറയണം എന്ന് പറയും. അതിന് ശേഷം അമ്മയ്ക്ക് മനൊരു ഫോൺ തന്നിട്ടില്ലേ? അതൊന്നും ഉപയോഗിക്കാൻ എനിക്കറിയില്ല മോനെ, അതിന് കുറച്ച് ആപ്ലിക്കേഷനൊക്കെ ഞാൻ കയറ്റിത്തരാം. അപ്പോൾ അമ്മയ്ക്ക് അത് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് എന്തോ ഒരു ആപ്ലിക്കേഷനൊക്കെ ബാലേന്ദ്രൻ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും അതിൽ കാണുന്നില്ല. അതിനുശേഷം ആ ഫോൺ അവിടെ വെച്ചിട്ട് ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കിയിട്ടൊന്ന് പോകുന്നുണ്ട്. ഇനി വല്ല റെക്കോർഡിങ് ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചാണോന്നൊന്നും അറിയില്ല കേട്ടോ. അതിനുശേഷം പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ രേവതിക്കുട്ടി പോകാൻ റെഡിയാവണേ. അപ്പോൾ പറയും, ഈ ബാഗ് നിനക്ക് ആര് വാങ്ങിച്ചു തന്നതാ? എനിക്ക് ആൻറ്റി വാങ്ങിച്ചു തന്നതാ. ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ ഞങ്ങൾ ടൂറ് പോകുമല്ലോ, അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതേ 4 അറിയില്ല, ഒന്നും കൂടി കൊണ്ടുവന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. ചേച്ചിക്ക് ഇഷ്ടമായെങ്കിൽ ചേച്ചി എടുത്തോ, ഞാൻ ഒരെണ്ണം വേറെ മേടിപ്പിച്ചോളൂ. അയ്യോ വേണ്ട മോളെ, അവരെ നീ ബുദ്ധിമുട്ടിക്കരുത്. അവരോട് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് അവർക്ക് വിഷമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞത് മേടിച്ച് തരാനാ സന്തോഷം എന്ന് പറയാൻ. എങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയും. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി ഈ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. രോഹിത്തിൻ്റെ കാര്യം സാറിനോട് പറയണം, അല്ലെങ്കിൽ ആ ഭൂതനോട് പറയണം. ഭൂതനെയോ? അതാരാ? ഭൂതന അവിടുത്തെ? അത് മോളെ എൻ്റെ അമ്മ. പിന്നെ ഒരമ്മ? ഇതാണോ അമ്മ? നമ്മുടെ മമ്മിയാണ് അമ്മ. മോളെ, അവൾക്കറിയില്ലല്ലോ ഞാൻ അവൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്നേഹിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുകയാണേ. അപ്പോഴേക്കും ഗ്രേസമ്മയും മാമച്ചനും വരികയാണ്. അപ്പോൾ നിങ്ങൾ വർത്താനം പറഞ്ഞ് തീർന്നില്ലേ? ഇല്ലെന്നേ, ഇനിയും കുറേ പറയാനുണ്ട് എന്ന് രേവതിക്കുട്ടി പറയും. അപ്പോൾ പറയും, നമുക്ക് പോകണ്ടേ എന്ന് വെക്കിട്ടോ മാമച്ചൻ. പോകാം, ഞാൻ ദേ റെഡിയായി നിൽക്കുകയാണെന്ന് പറയും. അതിനുശേഷം ഗ്രേസമ്മ അലീനയുടെ അടുത്ത് ഇരുന്നിട്ട് ചോദിക്കുകയാണ്, മോളെ നിൻ്റെ വിഷമമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നാളെ ഡിസ്ചാർജ് ചെയ്യും, ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. അതല്ല ചോദിച്ചത്, നിനക്ക് അവിടെ നിൽക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ കൊച്ചേ? ഉണ്ടെങ്കിൽ നീ പറയും, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, എനിക്കിപ്പോൾ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് എനിക്ക് കയറി ചെല്ലാനൊരു വീടുണ്ട്, അങ്കിളിൻ്റെ ആൻറ്റിൻ്റെയും വീട്. ഒരു ദിവസമെങ്കിലും എനിക്ക് അവിടെ വന്ന് നിൽക്കാമല്ലോ എന്ന് പറയുകയാണ്.
അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഒരു ദിവസമല്ല മോളെ, നീ അവിടെ എത്ര നാൾ വേണമെങ്കിലും വന്നു നിന്നോ, അതിനൊന്നും ഒരു വിഷമവും ഇല്ല, നീക്ക് സ്വന്തം വീട് പോലെ കരുതാം എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നില്ല, ഇവളെയും കൊണ്ട് ഞങ്ങൾ പോട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന ശരി പോയിക്കോ, എന്തായാലും നിങ്ങൾ ഇവിടെ വരെ വന്നല്ലോ, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ, അതിന് തന്നെ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്, ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും സാരമില്ല എന്ന് പറയട്ടോ. ഇവിടെ കൊണ്ടുപോട്ടെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ശരി പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യാത്രയാവാണ് കേട്ടോ. അവർ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ രേവതിക്കുട്ടി വീണ്ടും ചെന്നിട്ട് അലീനനെ കെട്ടിപ്പിടിക്കുകയും നെറുകയിലൊരു ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പോകും. ഗ്രേസമ്മയും രേവതിക്കുട്ടി അങ്ങനെ നീങ്ങി നിൽക്കുമ്പോൾ ഒരു പൊതി തലേന അടിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതെന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അലീന. ഇതൊരു ബോംബാ, ഇപ്പോൾ പൊട്ടിക്കണ്ട കേട്ടോ, ഞങ്ങൾ പോയിട്ട് പൊട്ടിച്ചാൽ മതി എന്ന് പറയും, ആവശ്യമുള്ളപ്പോൾ പൊട്ടിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി വീണ്ടും അവിടെ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് വീണ്ടും ടാറ്റ പറഞ്ഞിട്ട് പോവുകയാണ്. അതിന് ശേഷം അലീന ആ ഒരു പൊതി എടുത്ത് നോക്കുകയാണേ. അതെടുത്ത് തുറന്ന് നോക്കുമ്പോൾ അലീന ഞെട്ടിപ്പോവാണ് കേട്ടോ. ഒരു കെട്ട് നോട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല, കുറച്ചധികം ഉണ്ട്. ഹോസ്പിറ്റലൊക്കെ ബില്ലാവുന്നതല്ലേന്ന് എഴുതിയിട്ട് കൊടുത്തു പോയിട്ടുള്ളതാണ്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ അത് കാണുമ്പോൾ. പിന്നീട് കാണിക്കുന്നത് കമല എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹരി അവിടേക്ക് വരികയാണ്. ഹരി കമലയുടെ അടുത്ത് വന്നിരുന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കൈമങ്ങനെ തൊടുമ്പോൾ നീ എന്നെ തൊടണ്ട, നീ എന്നെ അമ്മ എന്ന് വിളിക്കുകയും വേണ്ട എന്ന് പറയട്ടോ. അമ്മേ അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയി അമ്മേ. തെറ്റ് അറിയാതെ പറ്റിയതോ? എടാ, ഒരു പെണ്ണിനെ വിളിച്ച് വരുത്തി ആ പെണ്ണിൻ്റെ ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ക്ലാസ് കട്ട് ചെയ്ത് അവിടെ ചെന്ന് ആ പെണ്ണിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണോ അവിടെ അറിയാതെ പറ്റിയ തെറ്റ്? ഇതാണോ നിനക്ക് അറിയാതെ പറ്റിയ തെറ്റ് എന്ന് ചോദിക്കുകയാണ്. അമ്മേ അങ്ങനെ പറ്റിപ്പോയി, പക്ഷെ ഇതൊന്നും ഞാനല്ല പ്ലാൻ ചെയ്തത്, ഇതൊക്കെ രോഹിയാണ് എന്ന് പറയട്ടോ. രോഹിയോ? നീ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കൂട്ടോ. നീ എങ്ങനെ അവിടേക്ക് എത്തി? രോഹി എന്നെ വിളിച്ചു, ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രാമ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വിളിച്ചിട്ടാണ് അവൾ പോയത്. പക്ഷെ നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഉണ്ടായിരുന്നു. അവൾക്ക് മയക്കുമരുന്ന് കൊടുക്കണതോ അവൾ കത്രിക കുത്തിക്കയറ്റുന്നൊന്നും ഞാൻ കണ്ടില്ല അമ്മേ, ഞാൻ ബാത്റൂമിലായിരുന്നു. അപ്പോൾ ബാത്റൂമിൽ കയറിയതിന് ശേഷം ഞാൻ ഒച്ചയും വിളിയും കേട്ടപ്പോൾ ഇറങ്ങി വന്നപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അവൾ കത്രിക കൊണ്ട് വയറ്റിൽ കത്തി കുത്തി കയറ്റി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടായിരുന്നില്ലേ? അതെങ്ങനെയാണ് അമ്മ ചെയ്യുക? അവൻ എൻ്റെ കൂടപ്പിറപ്പല്ലേ, കൂടപ്പിറപ്പിന് ഒരു ആപത്ത് വരുമ്പോൾ അവിടെ ഇട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവൻ എൻ്റെ അപ്പച്ചിയുടെ മോനല്ലേ അമ്മേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടിപ്പോൾ നിനക്ക് മാത്രമല്ലേ പ്രശ്നം വന്നത്, അവന് എന്തെങ്കിലും പ്രശ്നമായോ? മനുവേട്ടൻ എന്നെ തല്ലിച്ചതച്ചു, മൃഗീയമായിട്ടാണ് എന്നെ തല്ലിച്ചതച്ചത്, പോലീസുകാർ ഒരു പ്രതിയോട് പെരുമാറുന്നത് പോലെയാണ് എൻ്റെ പുറത്ത് കയറിയിരുന്ന് എന്നെ ഇടിച്ചത് എന്ന് പറയട്ടോ. പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും, വൈജാൻറ്റി ഇതൊന്നും അറിയരുതിട്ടാ. എന്താ അറിഞ്ഞാൽ ഞാൻ അവളോട് പറയും, അവൾ അങ്ങനെ ഗമ കാണിച്ച് നടക്കണ്ട, അവളെ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥനും പറഞ്ഞ് നടക്കല്ലേ, സ്വന്തം മോൻ്റെ കയ്യിലിരിപ്പ് അവളും കൂടെ അറിയണ്ടേ. അയ്യോ വേണ്ട, ആൻറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും, അങ്കിൾ അറിയും, എനിക്ക് പിന്നെ ആ വീട്ടിൽ കാല് കുത്താൻ പറ്റൂല, നാണക്കേടാവും എന്ന് പറയും. ആ പെണ്ണ് നിൻ്റെ പേരിൽ മൊഴി കൊടുത്തിരുന്നെങ്കിലോ നിൻ്റെ ജീവിതം പോകുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും എനിക്കൊരു കാര്യം ആണ് സംശയം, എൻ്റെ കാര്യം പോട്ടെ, എന്നെ ഇങ്ങനെ തല്ലിച്ചതച്ചത് ചേട്ടനല്ലേ എന്ന് വിചാരിച്ച് സമാധാനിക്കാം. പക്ഷേ എന്തിനാണ് കടപ്പാട്ടൂരെ വേലക്കാരിക്ക് വേണ്ടിയിട്ട് എൻ്റെ മനുവേട്ടൻ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനു പറഞ്ഞിട്ടായിരിക്കും അവൾ പോലീസിന് മൊഴി കൊടുക്കാതിരുന്നത്. അയ്യോ എൻ്റെ ഇവിടെയൊക്കെ വേദന എടുക്കുന്നമ്മേ, കഴുത്തും പല്ലും ഒരെണ്ണം ഇളകിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് തല ഒന്നും തിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമം അഭിനയിക്കുകയാണ്. അപ്പോൾ കമല ഇങ്ങനെ കവിളത്തൊക്കെ പിടിച്ച് നോക്കണം. അയ്യോ തൊടല്ലേ അമ്മേ, അവിടെ നിന്ന് തൊടല്ലേ, എനിക്ക് വേദന എടുത്തിട്ട് വയ്യ. നിനക്ക് മാത്രമല്ല അടി കിട്ടിയുള്ളൂ, അവനൊന്നും കിട്ടിയില്ലല്ലോ. അത് സാറില്ല അമ്മേ, പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. അമ്മ വൈജാൻറ്റിയോട് പറയൂലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണേ. ഇല്ല പറയുന്നില്ല. ശരി, അപ്പോൾ രക്ഷപ്പെട്ട രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ ഹരി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അലീനനെയാണ്. അലീന ബാഗൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്. അപ്പോൾ ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് വെച്ചിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ബാലേന്ദ്രനും ഡോക്ടർ ശർമ്മയും വരികയാണ് കേട്ടോ. കിച്ചണിലൊന്നും കുമ്പിൻ്റെയും കുനിയും അങ്ങനെയുള്ള പണികളൊന്നും ഭാരപ്പെട്ട പണികളൊന്നും എടുക്കരുതെന്ന് പറയട്ടോ. അപ്പോൾ ശർമ്മ പറയാൻ, അതെ മുട്ടയുടെ തൊലി ഒലിക്കുക, ഉള്ളിയുടെ തൊലി ഒലിക്കുക, കടുക് വറുത്തെടുക്കുക, അങ്ങനെയുള്ള ജോലികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് മനസ്സിലായോ? അപ്പോൾ അലീന ചിരിച്ചിട്ട് മനസ്സിലായി. അതിനുശേഷം ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. പിന്നീട് അലീനയോടല്ല നമ്മളെ ബാലേന്ദ്രനോട് ഡോക്ടർ പറയുകയാണ്, ശർമ്മയല്ല മറ്റേ ലേഡി ഡോക്ടർ പറയാണ്, അതെ ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ സാറിൻ്റെ മോളാണെന്നാണ് വിചാരിച്ചത്,
അങ്ങനെ കരുതിയിട്ടാണ് ഒന്ന് രണ്ട് തവണ സാറിനോട് ഞാൻ സംസാരിച്ചത്. മോളല്ലായിരുന്നു അറിയില്ലായിരുന്നു, സോറി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ. പക്ഷെ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ അലീനയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ പ്രമോല് കാണിച്ചിട്ടുള്ളത് അലീനനെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് ബാലേന്ദ്രനാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ ചെന്നിട്ട് വീണ്ടും അലീനയോട് പണിയെടുക്കാൻ പറയുകയാണേ. ആശുപത്രിയിൽ കിടന്ന് കുറച്ച് ദിവസം സുഖിച്ചതല്ലേ, ഇനി സുഖിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ വന്ന് പറയും, എന്ത് വിട്ടിത്തരാണ് ഈ പറയുന്നത് വൈജയ്, അവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പാടില്ല 2 ആഴ്ചയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, നീ എന്താ എൻ്റെ മോളാണോ, എൻ്റെ മക്കളെ നോക്കുന്ന പോലെ നോക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ അലീന വൈജയന്തിയോട് പറയാണ്, വേണമെങ്കിൽ എൻ്റെ മോളായിട്ട് കണ്ടോ എന്ന് പറയുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ പ്രേമം അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.